വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതുപോലെ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ദുനിയാവിൽ ഞാൻ ആയുസ് തന്നില്ലായിരുന്നോ? ആ സമയത്ത് അല്ലാഹുവിനെ പറ്റി, വിശുദ്ധമായ ഖുർആനിനെ പറ്റി, അല്ലാഹുവിന്റെ ദീനിനെ പറ്റി നിങ്ങൾക്ക് നാം ഉത്ബോധനം തന്നില്ലായിരുന്നോ? എത്രയോ കാലം നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കച്ചവടങ്ങളിലായി, നമ്മുടെ തിരക്കുകളിലായി, മറ്റു ജോലികളിലായി നമ്മുടെ സമയം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ യുവാക്കൾ, ചെറിയ മക്കൾ ജുമാ കഴിഞ്ഞിട്ട് ആരുമില്ല പള്ളിയിൽ, എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രിയമുള്ളവരെ, റമദാൻ മാസത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഹൃദയത്തിൽ ഈമാനികമായ ബന്ധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളില്ല എങ്കിൽ സുബഹി നമസ്കാരമായിക്കൊള്ളട്ടെ, ദുഹറിന്റെ നമസ്കാരമായിക്കൊള്ളട്ടെ, അസറിന്റെ നമസ്കാരമായിക്കൊള്ളട്ടെ, മഗ്രിബായിക്കൊള്ളട്ടെ, ഇശായിക്കൊള്ളട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറയാനുള്ള കാരണങ്ങൾ, ഉസ്താദേ കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, തിരക്കുകളുണ്ട്. വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഉലിഖാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ. നിങ്ങളുടെ മക്കളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭാര്യമാരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബമായിക്കൊള്ളട്ടെ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ. ആരെങ്കിലും ഞാൻ കച്ചവടത്തിനോ ബിസിനസിനോ പോയില്ല എങ്കിൽ അതാരെങ്കിലും പിടിച്ചുകൊണ്ടു പോകുമോ എന്നുള്ള ഭയത്താൽ കച്ചവടത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഹബീബായ തങ്ങളും അല്ലാഹുവും അത്തരക്കാരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആടുമണിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് അല്ലാഹുവിന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും കേൾവിയാണെങ്കിലും കാഴ്ചശക്തിയാണെങ്കിലും എല്ലാം അല്ലാഹു പറയുന്നു, നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങളതായ ഇഷ്ടത്തിൽ ജീവിക്കാൻ വേണ്ടി ദുനിയാവിലേക്ക് അയച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടങ്ങുകയില്ല, എന്നിലേക്ക് വരികയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട. ഇതാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസൂല ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ ഫനാ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാനിയിൽ എന്നുള്ളതല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോടും അല്ലാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, ഈ ദുനിയാവിൽ 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 60 എത്ര വയസ്സാണോ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നത്, ആ ആയുസ്സിൽ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കാതെ ഒരു ആദം സന്തതിയുടെ ഒരു മകന്റെ, ഒരു കുഞ്ഞിന്റെ പോലും ഒരു കാൽപാദം മറിച്ചിലും കാൽപാദം മാറ്റിവെക്കാൻ അവസരമുണ്ടാവില്ല. അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. فيما فعل في ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما بلى. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ ഏത് രൂപത്തിൽ ചെലവഴിച്ചു, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യം നിങ്ങൾ ഏത് വഴിക്ക് ചെലവഴിച്ചു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ഒരാൾ വിചാരിക്കണ്ട എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരുപാട് മക്കളുണ്ട്, 100-50 ഒരുപാട് മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലായി, നമ്മുടെ നാടുകളിലായി. നമ്മൾ ആലോചിക്കണം, ആ മക്കൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങൾ നമ്മളിപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മക്കൾ ഡിഗ്രിക്ക് പഠിക്കേണ്ട സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ആ മക്കൾ ചിലപ്പോൾ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ആയിട്ടുണ്ടാവുകയുള്ളൂ. ആ ദുനിയാവിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ എന്റെ മകനെ, എന്റെ മകളെ ഏത് രൂപത്തിൽ പഠിപ്പിക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ
പഠിപ്പിക്കാൻ, പ്രവാചകനാണെന്ന് പഠിപ്പിക്കാൻ ഒരു ദിവസത്തിന്റെ കുറച്ച് സമയം പോലും നിങ്ങൾ മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ വെറുതെയാണ് ഇത് ദുനിയാവിനെ കഴിച്ചത് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അലങ്കാരമായിരിക്കാം, പക്ഷെ അല്ലാഹു പറയുന്നുണ്ട് ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നാളെ ആഖിറത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇബാദത്തുകൾ മുഖേന സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സാഹചര്യത്തിൽ നിന്റെ മകനെ, നിങ്ങളുടെ മകളെ നീ പഠിപ്പിച്ചില്ല എങ്കിൽ അവര് നരകത്തിന്റെ അവകാശികളാണെങ്കിൽ അള്ളാഹുവിനോട് പറയും, പടച്ച റബ്ബേ, ഇവിടെ സ്വർഗത്തിലേക്ക് കടത്തിവിടരുത്. ദുനിയാവിൽ എത്രയോ സാഹചര്യം